രാജ്യം ഒരു പൊതുതിരഞ്ഞെടുപ്പിലേക്ക് പോകാനിരിക്കെ മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം ഏർപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം, ഭരണഘടനാ ഭേദഗതി സൃഷ്ടിക്കാൻ പോകുന്ന സാമൂഹ്യ രാഷ്ട്രീയ ചലനങ്ങൾ എന്തൊക്കെയായിരിക്കും? ഞാൻ പറയാം, ഇന്ത്യയിൽ ഏറ്റവും അധികം സംവരണത്തിന് ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുള്ള 3 സമുദായങ്ങളാണ് ഉള്ളത്. ഒന്ന് കേരളത്തിലെ മുസ്ലിങ്ങൾ, 2 കേരളത്തിലെ ഈഴവര്, 3 യാദവ വിഭാഗം വടക്കേ ഇന്ത്യയിൽ. അതുകൊണ്ട് ഞങ്ങൾ പൂർണ്ണ സംതൃപ്തരാണ്. അതായത് കാരണം സംവരണം നല്ലോണം ഫലിച്ചിരിക്കുന്നു. ക്രീമി ലെയർ അപ്ലൈ ചെയ്തുകൊണ്ട് പണക്കാരായിട്ടുള്ള ഞാനും വിദ്യാസാഗറും പുറത്തായതും ഞങ്ങൾ സന്തോഷവാന്മാരാണ്. ഞങ്ങളുടെ കീഴത്തട്ടുള്ള ആൾക്കാർ ഇനി ക്രീമി ലെയർ കുറച്ചും കൂടെ താഴ്ത്തു കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ അതും ഞങ്ങൾ അനുകൂലമാണ്. 8 ലക്ഷം ആക്കണ്ട ക്രീമി ലെയർ, നിങ്ങൾ ക്രീമി ലെയർ കൊണ്ട് 4 ലക്ഷം ആക്കി ഞങ്ങൾക്ക് വിരോധമല്ല. പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഈഴവ സമുദായത്തിന് തൃപ്തികരമായി എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഈഴവ സമുദായത്തിന് 14% സംവരണം വെച്ചിട്ടുണ്ട്. ആ ഈഴവ സമുദായത്തിന്റെ ജനസംഖ്യ എന്ന് പറയുന്നത് 28%. ആ 28% ജനസംഖ്യയിൽ 14%ൽ 8% പോലും ഇതുവരെ ലഭിച്ചിട്ടില്ല. കണക്ക് വയ്ക്കട്ടെ, കണക്ക് വയ്ക്കട്ടെ. ഒരു സെക്കൻഡ്, അതായത് കേന്ദ്ര സർവീസിലേക്കുള്ള ഒരു നിയമനത്തിന്റെ പ്രശ്നം വരുമ്പോൾ ഈ 27 ആയിട്ട് തന്നെയല്ലേ കണക്കൂട്ടണേ? അതിൽ സബില്ലല്ലോ. അവിടെയാണ് ഞാൻ ക്യാച്ച്. ആ ക്യാച്ചാണ് ഞാൻ താങ്കളോട് നേരത്തെ സൂചിപ്പിച്ചത്. അതായത് നിങ്ങൾ പറയണത് മുഴുവൻ, നിങ്ങൾ യഥാർത്ഥത്തിൽ വളരെ സത്യസന്ധമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നെങ്കിൽ പോലും നിങ്ങൾ കേരളത്തിന്റെ പരിപ്രേക്ഷ്യം വളരെ ബോധപൂർവ്വം കൊണ്ടുവരുവാണ്. അതിനപ്പുറത്ത് വേറൊരു സംഭവം ഉണ്ട്. പറയട്ടെ. അതായത് 27% പിന്നോക്കക്കാർക്കുള്ള സംവരണം എന്ന് പറയുന്നത് അത് ഒരു ബ്ലോക്കാണ്. അതിൽ സബ് ബ്ലോക്സ് ഇല്ല. അതുകൊണ്ടൊന്നും സംഭവിക്കുന്നു. അതുകൊണ്ട് പറയട്ടെ, ഓൾ ഇന്ത്യ സർവീസിലാണ്. അതുകൊണ്ടൊന്നും സംഭവിക്കുന്നു. അതിൽ പിന്നോക്ക വിഭാഗങ്ങളിൽ, പിന്നോക്ക ജാതികളിൽ, പ്രബലമായ ജാതികളിലെ ആൾക്കാർ മാത്രം അതിലേക്ക് വരുന്നു എന്നൊരു ആക്ഷേപം. ശ്രീനാരായണൻ, ഒന്നാമത് അങ്ങനെ ഓൾ ഇന്ത്യ പറഞ്ഞാൽ പറ്റില്ല. കാരണം ഫോർ എക്സാമ്പിൾ ഓരോരോ സ്റ്റേറ്റിലും സമുദായങ്ങൾ വെവ്വേറെയാണ്. ആകെ ഇന്ത്യയിലുള്ള OBCs എന്ന് ഞാൻ പറഞ്ഞ യാദവ് എന്ന് പറഞ്ഞ ഒറ്റ കമ്മ്യൂണിറ്റി മാത്രമേ ഉള്ളൂ ശക്തമായിട്ട് 2-3 സംസ്ഥാനത്ത്. ബാക്കിയുള്ള രാജസ്ഥാനിലും മധ്യപ്രദേശിലെ OBCകളുടെ പേര് പോലും നമുക്ക് ഓർമ്മ വെക്കാൻ പറ്റില്ല. ഗുജറാത്തിലെ OBCയുടെ പേര്. അപ്പൊ ഒരു ഡാറ്റയും ഇല്ല, നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു. ഫസൽ ഗഫൂർ പറഞ്ഞ ഈ വ്യത്യാസം നമ്മുടെ സംസ്ഥാനങ്ങൾ തമ്മിലുണ്ട്. പക്ഷേ അഖിലേന്ത്യാ തലത്തിൽ നമ്മൾ കാണുന്നത് എന്താ? നമ്മൾ പിന്നോക്ക വിഭാഗം എന്ന് പറയുന്നു, അതേപോലെ തന്നെ പട്ടികജാതി വിഭാഗം, പട്ടികവർഗ വിഭാഗം, ഇങ്ങനെ 3 പേരാണല്ലോ ഉണ്ടായിരുന്നത്. ഇതിൽ ഈ പിന്നോക്ക വിഭാഗങ്ങളിൽ ഓരോ സ്റ്റേറ്റിൽ തമ്മിൽ വ്യത്യാസം ഉണ്ടാവാം. പക്ഷെ അവരിൽ വലിയ വിഭാഗത്തിന് അതിലെ താരതമ്യേന സാമൂഹ്യമായും സാമ്പത്തികമായും മുന്നോക്കം നിൽക്കുന്നവര്, അവരാണ് ഇതിന്റെ നേട്ടം മുഴുവൻ കൊയ്തെടുക്കുന്നത്. നിങ്ങൾ ഏത് സംസ്ഥാനം നോക്കിക്കോ, കേരളം നോക്കിക്കോ, തമിഴ്നാട് നോക്കിക്കോ, കർണാടക നോക്കിക്കോ. അല്ല, ഇത് ഇവിടെ മാത്രമല്ല, നിങ്ങൾ രാഷ്ട്രീയത്തിൽ നോക്ക്. രാഷ്ട്രീയത്തില് അധികാര സ്ഥാനങ്ങളിൽ വന്നവരാരാണ്? ഈ സംവരണം എന്ന് പറയുന്നത് ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് പ്രക്രിയയാണ്. അങ്ങനെ വേണം അതിനെ കാണാൻ. അതായത് ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് പ്രക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോക്ടർ പൽപുവിനോട് തെങ്ങിയെത്താൻ പൊക്കോളൂ എന്ന് പറഞ്ഞത് 100 കൊല്ലങ്ങൾക്ക് അപ്പുറത്താ. അവിടെ നിന്ന് ഡോക്ടർ പൽപു മെഡിക്കൽ ബിരുദം ഡോക്ടറായിട്ട് വന്നപ്പോ തെങ്ങിലെത്താൻ പൊക്കോളൂ എന്ന് പറഞ്ഞത് അതിൽ നിന്നാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ബഹുദൂരം മുന്നോട്ട് പോകാൻ എല്ലാ സമുദായങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ട്. രാജാവ് ഭരിക്കുമ്പോ ഏകാധിപത്യത്തിൽ വാളിന്റെ തുമ്പിൽ ഭരണം നടക്കുമ്പോഴാണെന്ന് പറഞ്ഞേ. ഇന്ന് ജനാധിപത്യത്തില് ഒരു മന്ത്രി
പമ്പയിൽ കിടക്കണ കഴുതിയാണ് ഇവിടുത്തെ നമ്പൂരിമാരുടെ ഒപ്പം എന്ന് പറഞ്ഞില്ലേ? അപ്പൊ പിന്നെ എന്താ ഇതിനേക്കാളും എത്ര പേര് രാജാവ് പോയിട്ടില്ല. അതല്ലേ മുഖ്യമന്ത്രിയോട് ആ രാജാവിനെക്കാട്ടിലും എത്ര പേര് മുഖ്യമന്ത്രിയോട് വേണമെങ്കിലും തെങ്ങ് കയറാൻ പോയാൽ മതി എന്ന് വെങ്കിയത്തിലൂടെ കമന്റില്ലേ? ജാതി ഇപ്പോഴും ഇവിടെ അല്ല, ഞാൻ പറയണത് അന്ന് മഹാരാജാവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കാം. പറഞ്ഞു അത് ഏകാധിപത്യമായിരുന്നു, മഹാരാജാവിന്റെ തീരുമാനമാണ്. അതിന്റെ അപ്പുറത്തൊരു കോടതിയില്ല. ഇന്ന് ജനാധിപത്യം, ജുഡീഷ്യറി ഇതൊക്കെ നിലനിൽക്കുമ്പോൾ ഒരു സമൂഹത്തിനെ അടച്ചാക്ഷേപിച്ച് മൃഗങ്ങളോടും അല്ലെങ്കിൽ ഏറ്റവും മോശമായിട്ടുള്ള പദങ്ങൾ ഉപയോഗിക്കണേ ഇവരെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും. ഇതിനെക്കാട്ടിൽ എത്ര നല്ല മഹാരാജാവ് പറഞ്ഞത്. എനിക്ക് അതിനൊരു മറുപടി പറയാനുണ്ട്. കാരണം ഇവര് പറയുന്നത്, രണ്ടു കൂട്ടരും പറയുന്നത് വാക്കുകൾ കൊണ്ടുള്ള അധിക്ഷേപങ്ങളുടെ കാര്യം മാത്രമാണ്, ജാതീയ അവഹേളനങ്ങളുടെ കാര്യം മാത്രമാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ജാതീയമായിട്ടുള്ള അതിക്രമങ്ങൾക്ക് വിധേയരാകുന്ന ഒരു ജനതയെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ കഴിഞ്ഞ കൊല്ലം 2018 സ്വന്തം മകൾ ഒരു കീഴ്ജാതി സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ പ്രേമിച്ചു എന്നുള്ളതിന്റെ പേരിൽ സ്വന്തം മകളെ വെട്ടിക്കൊന്ന ഒരു മനുഷ്യൻ ജീവിച്ചിരുന്ന കേരളത്തിൽ നിന്നുകൊണ്ടാണ് ഒരു അച്ഛൻ സ്വന്തം മകളെ വെട്ടിക്കൊല്ലുന്നത്. അദ്ദേഹത്തിന്റെ മകൾ പ്രേമിച്ചത് കീഴ്ജാതി സമുദായത്തിൽപ്പെട്ട ആളാണെന്നുള്ളത് കൊണ്ടാണ്. അതല്ലാതെ അവൻ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരാളായിരുന്നില്ല, മിലിറ്ററിയിൽ ഉദ്യോഗസ്ഥനായിരുന്നു. ജാതീയത തന്നെയാണ് ഇവിടുത്തെ സാമൂഹ്യ അന്തസ്സിന്റെ ബേസ് എന്ന് ഉള്ളയിടത്തെ വെറും വാഗ്വാദങ്ങൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അധിക്ഷേപങ്ങൾ കൊണ്ട് ഇവർ ഇതിനെ മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അഡ്രസ് ചെയ്യേണ്ടത് ജാതിയെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ജാതി സംവരണം തന്നെയാണ് നിലനിൽക്കേണ്ടതെന്നും അതിന് ഘടകവിരുദ്ധം തന്നെയാണ്, ആ അന്തസ്സത്തെ ചോദ്യം ചെയ്യുന്നത് തന്നെയാണ് സാമ്പത്തിക സംവരണം എന്ന് ഞങ്ങൾ അടിവരായിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പേര് പറഞ്ഞ് രാഷ്ട്രീയക്കാർക്കും ഇതേപോലെ ചില ദളിത് ആക്ടിവിസ്റ്റുകൾക്കും ഇതേപോലെ ഒരു ബ്രാഹ്മണ ആക്ടിവിസ്റ്റ് എന്ത് നിലനിൽപ്പാണ് ഉണ്ടാവുന്നതെന്ന് താങ്കൾ വ്യക്തമാക്കണം. ഞാൻ ഉൾപ്പെടുന്ന ഞാനിപ്പോ PhD ചെയ്യുന്നു. ഞാൻ ഈ സംവരണം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ്. എന്റെ അച്ഛനുമ്മയൊക്കെ ചെറിയ പ്രായത്തിലെ മരിച്ചു പോയവരാണ്. എന്റെ സഹോദരൻ പഠിച്ചപ്പോ MBBS പാസ്സായിട്ടുള്ള ആളാണ്. ഞങ്ങൾ ഇവിടെ നിലനിൽക്കുന്നത് സംവരണം എന്ന് പറയുന്ന വ്യവസ്ഥ ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ്. അത് നിലനിൽക്കേണ്ടത് ഞങ്ങളുടെ അതിജീവനത്തിന്റെ വിഷയം തന്നെയാണ്. അത് അടിവരായിട്ട് പറയാൻ വ്യക്തി എന്നുള്ള നിലയിൽ എന്റെ സമുദായത്തെ അവരുടെ ആക്ടിവിസം അല്ലേ അവരെ ആ സമൂഹത്തിനെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. അല്ല, ആ വിഭാഗത്തിന്റെ കാണിക്കുന്നത് എന്താ അറിയാമോ? അപ്പൊ നന്ദൻ കാണിക്കുന്നത് ഒരു 100 വർഷം മുമ്പുള്ള ഒരു മഹാരാജാവിനെ പറ്റി പറഞ്ഞില്ലേ, അതിന്റെ പ്രതീകം ഇപ്പോഴും കുറെ ആളുകളുടെ ഇടയിൽ നിലനിൽക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അല്ലെങ്കിൽ ഒരു മിനിറ്റ് ബാഹ്യരെന്ന് ഇവർ പറയുന്നവർ ആയിരത്താണ്ടുകളായി കൾച്ചറൽ റിസർവേഷൻ, സാമൂഹ്യമായിട്ടുള്ള സംവരണം, ഈ നെഗറ്റീവ് അർത്ഥത്തിൽ നിങ്ങൾ സംവരണത്തെ കാണുമ്പോൾ ഇവർ അനുഭവിച്ചിരുന്ന പോസിറ്റീവ് സംവരണം, അതായത് ആ സംവരണത്തിനെതിരായിട്ടാണ് ഇവിടെ ജാതി സംവരണം കൊണ്ടുവരുന്നത്. അതായത് പിന്നോക്ക സമുദായങ്ങളിൽ നിന്നുള്ള സമൂഹത്തിൽ നിന്നുള്ളവർക്കാണ് സംവരണം കൊണ്ടുവരുന്നത്. അപ്പോൾ ഇപ്പോഴും ആ ജനറൽ കാറ്റഗറി എന്ന് പറയുന്ന 50% വിശാലമായിട്ട് തുറന്നു കിടക്കുന്നതിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഇവർ തന്നെയാണ്. ഈ പറയുന്ന സംവരണ ബാഹ്യരെന്ന് ഇവർ പറയുന്ന സവർണർ തന്നെയാണുള്ളത്. പാസ്സാക്കിയ ആദിവാസി ഭൂനിയമ ബില്ല് പാസ്സാക്കാത്തതിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നടപ്പിലാക്കാത്തതിനെ കുറിച്ചിട്ട് ആർക്കും വേവലാതിയില്ല. പട്ടിണി കിടന്നിട്ട് ആദിവാസി യുവാവ് ഭക്ഷണം മോഷ്ടിച്ചപ്പോ തല്ലിക്കൊത്തതിനെ കുറിച്ചിട്ട് പരാതിയില്ല. ഇവിടുത്തെ ചിരിച്ചിത്ര ഒരു കല്യാണത്തിന്റെ പേരിൽ ഒരാളൊരു സംഭവം നടത്തും, അതാണ് പരാതി. ഇവിടെ ഒരു കാര്യം എന്താ അറിയാമോ? ഒരു ആദിവാസി കടന്നുറങ്ങാൻ സ്ഥലമില്ല. 77 EMS കൊണ്ടോ നയമാ? അല്ലല്ല, നമ്മള് ഈ 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതോ 1950 നമ്മളൊരു ഭരണഘടന, അവിടെ നമ്മളെല്ലാവരും തുല്യരാണ്. അതിനു മുമ്പേ നമ്മുടെ സമൂഹത്തിൽ എന്തെല്ലാം വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിലും അവിടെ ഭരണഘടനയിൽ പറയുന്ന തുല്യത, സാമൂഹ്യനീതി, ജനാധിപത്യ സ്വാതന്ത്ര്യങ്ങൾ, ഇത് എല്ലാ വിഭാഗങ്ങൾക്കും നമ്മൾ ഉറപ്പ് ചെയ്തിട്ട് ഇപ്പോഴും നമ്മൾ അതിനു മുമ്പുണ്ടായിരുന്ന ചാതുർവർണ്ണയത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയായാലും വേറെ ആരായാലും ആക്ഷേപിക്കാൻ തയ്യാറാവുന്നു. ഞാനൊരു കാര്യം പറയട്ടെ. ജാതി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, വിവേചനം യാഥാർത്ഥ്യമാണ്. പതിറ്റാണ്ടുകൾ നൂറ്റാണ്ടുകളായിട്ട് നന്ദൻ, അഡ്വക്കേറ്റ് മനോഹരൻ പിള്ള ഇവര് നൂറ്റാണ്ടുകളായിട്ട് വിവേചനം അനുഭവിച്ചിരുന്നവരാണ്. ഈ രാജ്യത്ത് മാത്രമല്ല, എന്തിനേറെ അമേരിക്കയില് അടിമ വ്യാപാരം നിരോധിച്ചിട്ട് 2 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് പോലും ഇപ്പോഴും ഈ പറഞ്ഞ കറുത്തവർഗക്കാർ അവഗണന നേരിടുകയല്ലേ? അവർക്ക് പരിഗണന വേണ്ടേ? അപ്പോൾ അവിടെ അങ്ങനെയാണെങ്കിൽ
അതിനേക്കാൾ എത്രയോ പിന്നോക്കം നിൽക്കുന്ന ഇപ്പോഴും ജാതിയുടെ ഈ കെട്ടുപാട് കിടന്ന് ഉരുളുന്ന ഈ പാവങ്ങൾക്ക് സംവരണം വേണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ശ്രീത്തെ? അത് ശരിയാണോ? നിങ്ങൾ പറയാതെ പറഞ്ഞു ശ്രീത്ത് പറഞ്ഞു. നമ്മൾ ഈ വാക്കുകളിൽ കൂടിയാണ് ഈ സാമ്പത്തിക സംവരണം അല്ലെങ്കിൽ ഈ അസമത്വം ഇല്ലാതാക്കുന്നത്. അട്ടപ്പാടിയിലെ കേസ് മാത്രം എടുത്തു നോക്കൂ. ഇത്രയും വർഷങ്ങളായിട്ട് അവിടെയുള്ള ആദിവാസികൾക്ക് ഈ സംവരണമെല്ലാം ഉണ്ട്, സ്പെഷ്യൽ പാക്കേജുകളുണ്ട്. ഇപ്പോഴും പട്ടിണി മരണങ്ങൾ നടക്കുന്നതും അവരുടെ നില ഇപ്പോഴും പഴയതിനേക്കാൾ കഷ്ടമായി തുടരുന്നതിന്റെ കാരണം എന്താണെന്ന് ഇവർ ചർച്ച ചെയ്യണം. അത് പറയും. മറ്റുള്ളവർ തട്ടിയെടുക്കുന്നു. ആനുകൂല്യങ്ങൾ നിങ്ങളൊരു ചോദ്യം ചോദിച്ചു, അതായത് എന്തുകൊണ്ടാണ് അവരിപ്പോഴും പട്ടിണി കിടക്കുന്നത്, പിന്നോക്കം നിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു പ്രതികരണം കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥ വേണ്ടേ? ഇടനിലക്കാരുണ്ട്, അവരാണ് ഈ ആനുകൂല്യങ്ങൾ. എന്താണ് നിങ്ങളുടെ പ്രതികരണം? ആ ആക്ടിവിസ്റ്റുകൾക്ക് പറ്റുന്നില്ല. അതായത് അഡ്വക്കേറ്റ് മനോഹരൻ പിള്ള പറഞ്ഞ ഈ ഇടനിലക്കാരുമായിട്ട് ഈ ആക്ടിവിസ്റ്റുകൾ ഒത്തുകളിക്കാന്ന് അല്ലാണ്ട് അദ്ദേഹത്തിന്റെ എപ്പോഴത്തെ പോയിന്റ് അതാണ്, എപ്പോഴും എക്കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ആ ഒരു ഒത്തുകളി അല്ലേ? കോടികളുടെ പാക്കേജ് ആണെന്നറിയോ? എന്താണ് നിങ്ങളെ പോലുള്ള ആക്ടിവിസ്റ്റുകളെ ഉദ്ദേശിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഈ വർഷം 1.5 ആഴ്ച കഴിഞ്ഞതേ ഉള്ളൂ. അല്ല, ഒരു സെക്കൻഡ്, അല്ല സംവരണം കിട്ടിയിട്ട് പ്രയോജനമില്ല എന്നുള്ളൊരു പോയിന്റിന് പിന്നെ വന്നതാ. ആയിക്കോട്ടെ, അതൊക്കെ SC ST മാത്രമേ സംവരണമുള്ളൂ. അല്ല, weaker sections who are economically backward, who are not economically weak sections, weaker sections who are economically backward എന്ന് പറഞ്ഞിടണം. അല്ലാതെ economically weaker section എന്നല്ലേ. ശ്രീത്തിനോട് കാര്യം ചോദിച്ചോട്ടെ, ഈ കേരളത്തിൽ അല്ലെ ഇന്ത്യയിലെ ദളിതർക്ക് സംവരണം ഉണ്ടായിരുന്നില്ല എന്ന് സങ്കല്പിക്കുക. ഇന്നുള്ള ദളിതരുടെ അവസ്ഥയും സംവരണം ഇല്ലാതാകുന്ന ഒരു രാജ്യത്തുണ്ടാകുന്ന അവസ്ഥ എന്തായിരിക്കും? ഒന്നില്ലെങ്കിലും ഈ വിനീത ഒരു സെക്കൻഡ് ശ്രീത്ത് മനസ്സിലാക്കേണ്ടത്, ഒന്നില്ലെങ്കിലും ഈ പാനലിലെ വനിതാ മെമ്പറായിട്ടുള്ള വിനീത എന്ന് പറയുന്ന ഗവേഷണം ചെയ്യുന്ന അനുജത്തി MBBS പഠിക്കുന്ന ഒരു ദളിത് വിഭാഗത്തിൽ ഒരാള് ശ്രീജിത്ത് സംവരണം വേണ്ടാന്ന് ഒരു തരത്തിലും സംവരണം വേണ്ടാന്ന് വാദിക്കുന്ന ജോലി എന്നാണ് പറഞ്ഞത്. സാമൂഹികമായിട്ടുള്ള സംവരണം അനിവാര്യമാണ്. കാരണം അത് ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോഴും ഉത്തരേന്ത്യയിലെ ദളിത് കൊലപാതകങ്ങൾ അടക്കം, ആൾക്കൂട്ട കൊലപാതകങ്ങൾ അടക്കം നടക്കുന്നത്. അത് അനിവാര്യം. അതുപോലെ തന്നെ സാമ്പത്തിക സംവരണം നമ്മൾ നൂറ്റാണ്ടുകൾക്ക് മുന്നേ നടപ്പാക്കേണ്ട കാര്യമായിരുന്നു. ഇത് രണ്ടും ഈക്വലായിട്ട് പോവേണ്ടത് ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥയ്ക്കും പുരോഗമനത്തിനും വളരെ അത്യാവശ്യപ്പെട്ട കാര്യം. സംവരണം എന്നുള്ളത് പൊതുസമൂഹത്തിൽ പിന്നോക്ക അവസ്ഥയിൽ ഉണ്ടായിരുന്ന ആൾക്കാരെ അല്ലെങ്കിൽ സാമുദായികമായി പിന്നോക്കം നിന്നിരുന്ന ആൾക്കാരെ മുന്നോട്ട് എത്തിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഞാൻ നേരത്തെ വ്യക്തമായി പറഞ്ഞത് ജോലി കാര്യത്തിലുള്ള സംവരണം എന്നാണ്, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് സാമ്പത്തിക പാക്കേജുകൾ, വിദ്യാഭ്യാസ രംഗത്ത് വേണ്ട രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങൾ, പരീക്ഷകൾ എഴുതുന്നതിന് വേണ്ടിയിട്ടുള്ള സെസ് പിന്നെ കൺസെഷൻ പോലും അനുവദിച്ചിട്ട് ഉദ്യോഗാർത്ഥികൾ ഒരേ രീതിയിൽ, അതായത് നിങ്ങൾ എന്ത് മാനദണ്ഡത്തിലാണ് നിങ്ങൾ ഒരു ജോലി നേടുന്നത്? ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചോട്ടെ. അതായത് ഡോക്ടർ പൽപുവിനെ പോലുള്ള സർവ്വയോഗ്യനായ ഒരാൾക്ക് ജോലിയില്ല എന്ന് പറഞ്ഞ ഭൂമികയിൽ ആ ഒരു ജാതിയുടെ അംശങ്ങൾ ഇപ്പോഴും മനസ്സിൽ പേറുന്ന ഒരു സമൂഹം, ആ സമൂഹത്തിന്റെ പ്രതിനിധികൾ ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്നു. ഒരു പിന്നോക്കക്കാരൻ വരും, ദളിത് വരുന്നു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ആ ഒരു ജാതിയുടെ എലമെന്റ് അവിടെ വർക്ക് ചെയ്യില്ല എന്ന്? എന്റെ ചോദ്യം ശരിയല്ലേ? ആ ഇന്റർവ്യൂ ബോർഡിൽ ആരാണ് തെരഞ്ഞെടുക്കുന്നത്? ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ. എത്രയോ കാലങ്ങളായിട്ട് അവിടെ പിന്നോക്ക ജാതിക്കാരനാ അഡ്വക്കേറ്റ് മനോഹരൻ പിള്ള. ഞാൻ ഒരു പ്രത്യേക അവസ്ഥ ഇന്ത്യ എന്നുള്ള രാജ്യത്തിന്റെ അവസ്ഥയെ കുറിച്ചാണ് പറഞ്ഞേ. അതായത് ഇവർക്ക് ഈ ശ്രീജിത്ത് പറഞ്ഞതുപോലെ ദളിതർക്കും പിന്നോക്കക്കാർക്കും തൊഴിൽ സംവരണം, ജോലി സംവരണം ഇല്ലായിരുന്നുവെങ്കിൽ
അവിടെ മെരിറ്റ് ആയിരുന്നുവെങ്കിൽ എത്ര ദളിതര് ഡയറക്ട് മറുപടി. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു മുസ്ലിമിന് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് തുടങ്ങിയപ്പോ സംവരണത്തിന്റെ ബേസിസിൽ സീറ്റ് കിട്ടിയത് എന്റെ അച്ഛനാണ്, ഡോക്ടർ PK അബ്ദുൽ ഗഫൂർ. അതുവരെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരാൾ ഡോക്ടർ ആയിട്ടില്ല, ഒരു മുസ്ലിം ആയിട്ടില്ല. എന്റെ അച്ഛൻ ഡോക്ടർ ആവുകയും അദ്ദേഹം പ്രൊഫസർ ആവുകയും അദ്ദേഹത്തിന്റെ പുത്രനെ ഡോക്ടർ ആക്കുകയും ആ പുത്രൻ അംബേദ്കറുടെ മാതിരി കോട്ടൊക്കെ ഇട്ട് നല്ല സ്റ്റൈലിൽ വന്നിരിക്കുകയും ചെയ്യുന്നുണ്ട്. അല്ല അപ്പോ സംവരണം അല്ല, അത് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ്. ഡോക്ടർ പൽപ്പ് മാത്രമല്ല, ഞങ്ങളുടെ എല്ലാത്തിലും എന്റെ അച്ഛനാണ് ഫസ്റ്റ് മുസ്ലിം. ഞാൻ പറയുന്നത് 2019 കാര്യമാണ്. നമ്മൾ ഇപ്പോഴും അതിൽ തന്നെ പിടിച്ചു നിൽക്കാൻ പാടില്ല. സംവരണത്തിന് തത്വശാസ്ത്രം മറ്റൊരു വശവും കൂടി ഉണ്ട്. ആ വശം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന്റെ ഭരണയന്ത്രം അതിന്റെ അധികാര സങ്കേതങ്ങളിൽ ആ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്കും ഒരു ന്യായമായ പ്രാതിനിധ്യം ഉണ്ടാകണം എങ്കിൽ മാത്രമേ ആ സമൂഹം ആരോഗ്യകരമായ ഒരു ജനാധിപത്യത്തിലേക്ക് നടന്നെടുക്കുകയുള്ളൂ എന്ന് പറയുന്ന ആധുനിക ജനാധിപത്യ സമൂഹത്തെ സംബന്ധിച്ചിട്ടുള്ള സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതും കൂടി സംവരണത്തിന്റെ തത്വശാസ്ത്രമാണ്. അത് തൊഴിലിനെ മാത്രം ആസ്പദമാക്കിയും വരുമാനത്തിന്റെ തോത് മാത്രം നിശ്ചയിച്ചുകൊണ്ടും നമ്മൾ സംവരണത്തിന്റെ മാനദണ്ഡങ്ങളെയും അതിന്റെ ചട്ടങ്ങളെയും രൂപപ്പെടുത്തുമ്പോൾ ഈ ലക്ഷ്യത്തിൽ നമ്മൾ പരാജയപ്പെട്ടു. നമ്മുടെ ഇന്ത്യയിലെ തൊഴിൽ വിപണിയിലേക്ക് ഒരു ദിവസം 35,000 ചെറുപ്പക്കാർ വരുന്നു. ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. 35,000 പേരിൽ കേവലം 450 പേരെ അബ്സോർവ് ചെയ്യാനുള്ള സംവിധാനമുള്ളൂ. നോക്കുക, അതായത് 30,500 പേര് ഓരോ ദിവസവും ഔട്ടായിക്കൊണ്ടിരിക്കുക. ഇതാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നീക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ഇത് ഉതകുമോ ഇല്ലയോ? അതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. 35,000 പേര് തൊഴിൽ വിപണിയിൽ വരുന്നു, 450 പേർക്ക് ജോലി കിട്ടുന്നു, ബാക്കിയുള്ളവർ ഔട്ടാവും. ഇല്ല, ആ 450 തന്നെയാണ് ഈ റിസർവേഷൻ വരുന്നത്, അല്ലാതെ പുതിയതായിട്ട് ഒരു സെക്ടർ ആൾക്കാരെ കൊണ്ടുവരുന്നില്ല. പിന്നെ ഇവിടെ രാഷ്ട്രീയ നമ്മുടെ യഥാർത്ഥ പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മുടെ സാമ്പത്തിക വളർച്ചയാണ്. യാതൊരു ബന്ധവുമില്ല. അതുമായി ബന്ധപ്പെടാതെ അത് വളർച്ച തളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഓരോ കഴിഞ്ഞ വർഷം തന്നെ തൊഴിലിൽ നിന്ന് പുറത്തായ ആൾക്കാരുടെ എണ്ണം എത്രയാണ്? തീർച്ചയായും എത്ര പേരാ? കോടിക്കണക്കിന് ആൾക്കാർ. അല്ല, അങ്ങനെയാണെങ്കിൽ രാജ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്ത സാമ്പത്തിക പുരോഗതി നേടിയെന്ന് അവകാശപ്പെടാൻ ഈ പറയുന്ന BJP NDA സഖ്യത്തിന് എന്താണ് അവകാശമുള്ളത്? ഈ സർക്കാരിന് എന്താണ് അവകാശമുള്ളത്? ഈ ഏറ്റവും സാമുദായികമായി മുന്നോക്കം നിൽക്കുന്ന സമൂഹത്തിൽ പോലും ഈ സംവരണത്തിന്റെ ആവശ്യം നിലനിൽക്കുന്ന തരത്തിൽ ഈ സമൂഹം സാമ്പത്തികമായി അധപതിച്ചുവെങ്കിൽ ഇവരെ അവകാശപ്പെടുന്ന സാമ്പത്തികമായ ഉയർച്ച, ഇന്ത്യ നേടിയ സാമ്പത്തികമായ ഉയർച്ച എന്തടിസ്ഥാനത്തിലുള്ളതാണ്? എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യമുണ്ടോ? എനിക്ക് ചോദ്യമുണ്ട്. ഈ രാഷ്ട്രീയ ലാക്കോട് കൂടി ഇപ്പോഴത്തെ BJP കൊണ്ടുവന്നു എന്ന് പറയുന്നിടത്ത് ചർച്ച നടന്നില്ല എന്ന് പറയുന്ന സമയത്ത് പാർലമെന്റിൽ മറ്റു രാഷ്ട്രീയ പ്രതിനിധികളുണ്ട്. കോൺഗ്രസും ഇടതുപക്ഷവും ഇതിനെ ചർച്ച കൂടാതെ അപ്പോ ആരൊക്കെയാണ് അതിന്റെ ഉത്തരവാദികൾ? രാഷ്ട്രീയ ലാക്ക് ആർക്കൊക്കെയാണ്? എല്ലാവർക്കും. അതിന് പറയേണ്ടത് ഇവിടെ ഇടതുപക്ഷവും കോൺഗ്രസും. ഇവിടെ നമ്മൾ ഈ പറഞ്ഞതനുസരിച്ചിട്ട് ഇവിടെ ചർച്ച നടത്തേണ്ടത് എനിക്ക് പാർലമെന്റിൽ പോയി ചർച്ച ചെയ്യാൻ പറ്റില്ല. എന്റെ പ്രതിനിധിയുണ്ട്, ഞാൻ തെരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്ന ശശി തരൂരുണ്ട്. പക്ഷെ അദ്ദേഹം അവിടെ സംസാരിക്കുന്നില്ല ഇതിനെപ്പറ്റി, അദ്ദേഹം പിന്താങ്ങുകയാണ്. ഇവിടെ VT ബൽറാമിനെ പോലെയുള്ള ആൾക്കാർ ഫേസ്ബുക്കിലാണ് പ്രതികരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നേതാവായ രാഹുൽ ഗാന്ധിയും ഇതിനെ പിന്തുണച്ചു. ആകെ 2 സഭകളിലും കൂടി 10 പേർ മാത്രമാണ് ഇതിനെ എതിർത്തത്. AIADMK പോലുള്ള ചില പാർട്ടികൾ ഒഴിഞ്ഞു നിന്നു. അപ്പൊ ഇത് ചർച്ചയാക്കേണ്ടതും ഇതിനെപ്പറ്റി രാഷ്ട്രീയലാക്കാണെങ്കിൽ ഭരണപക്ഷത്തിനെ വെല്ലുവിളിക്കേണ്ടതും ചെയ്യേണ്ട പാർട്ടികൾ പ്രധാനമായും കോൺഗ്രസും പിന്നീട് ഇടതുപക്ഷവുമാണ്. അവരിത് ചാനൽ സ്റ്റുഡിയോകളിലല്ല പറയേണ്ടത്. എന്തുകൊണ്ട് പാർലമെന്റിന്റെ ഫ്ലോറിൽ ഇത് സംസാരിച്ചില്ല? അവിടെ എന്തുകൊണ്ട് ചർച്ച ഉണ്ടായില്ല? അവിടെ നിങ്ങളും അപ്പോൾ രാഷ്ട്രീയ ലാക്ക് തന്നെ നോക്കിയല്ലേ എന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയേണ്ടി വരും. പഠന റിപ്പോർട്ട് ഉണ്ടോ എന്ന് SP ഒരു മെമ്പർ പ്രൊഫസർ അദ്ദേഹം ചോദിച്ചപ്പോഴും പഠന റിപ്പോർട്ട് ഉണ്ടോ എന്ന് മറുപടി പറഞ്ഞ പ്രസംഗത്തിനകത്ത് ആനന്ദ ശർമ്മയാണ്. ഞങ്ങൾ നിയോഗിച്ച ഒരു റിപ്പോർട്ട് ഇടേണ്ടത് എന്ന്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റിന് അപ്പോഴാണ് കേന്ദ്രത്തിലെ മന്ത്രി പറയുന്നത് പഠന റിപ്പോർട്ട് ഉണ്ടെന്ന്. പാർലമെന്റില് ഒരു നിയമം കൊണ്ടുവരുമ്പോൾ, ഒരു ബില്ല് കൊണ്ടുവരുമ്പോൾ അതിൽ സാധാരണ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടും. 2 സഭകളുടെയും പ്രതിനിധികൾ അടങ്ങുന്ന 31 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ്. സെലക്ട് അല്ല, സ്റ്റാൻഡിംഗ്. ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പരിശോധിച്ച ശേഷമാണ്
പാർലമെന്റ് ചർച്ച ചെയ്യാം. നിങ്ങൾ പറഞ്ഞ പോലെ ഈ പാർട്ടികളുടെ പ്രതിനിധികൾക്ക് ഈ അവിടെ വളരെ നീണ്ട ചർച്ചയൊന്നും വരില്ല. 2 മണിക്കൂർ 3 മണിക്കൂർ 4 മണിക്കൂർ ചർച്ചയേ ഉള്ളൂ. അപ്പോ ഓരോ പാർട്ടിയുടെയും പ്രതിനിധിക്ക് സമയം വളരെ ലിമിറ്റഡ് ആണ്. ഈ ചർച്ച മുഴുവൻ സാധാരണഗതിയിൽ നടക്കുന്നത് ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലാണ്. അത് 2-3 മാസക്കാലം ഈ യോഗം ചേർന്ന് ഇതിലൊരുപാട് തെറ്റുകൾ ഉണ്ടാവും, പരിമിതികൾ ഉണ്ടാവും, മറ്റേ കാണാപ്പുറങ്ങളുണ്ടാവും. അതെല്ലാം തിരുത്തപ്പെടാറുള്ളത് സാധാരണ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇല്ലെങ്കിൽ, ഞാൻ രാജ്യസഭാ മെമ്പറായിരുന്നു, ഞങ്ങൾ അവിടെ ലോക്സഭ പാസ്സാക്കി കൊണ്ടുവന്നാൽ അത് സെലക്ട് കമ്മിറ്റിക്ക് വിടും. ഇതിന് രണ്ടിനുമുള്ള ശ്രമം പ്രതിപക്ഷം ലോകസഭയിലും രാജ്യസഭയിലും നടത്തിയിരുന്നു. അത് പരാജയപ്പെടുത്തുകയാണ് ചെയ്തത്. അത് പരാജയപ്പെടുത്തുന്നതിൽ വോട്ടിനുണ്ടാകുമ്പോൾ പോലും സമ്മതിക്കാതെ അധ്യക്ഷനെ, സ്പീക്കറായാലും രാജ്യസഭയിൽ ചെയർമാനായാലും അവരെ ഉപയോഗിച്ചുകൊണ്ട് ഇത് യാതൊരു തരത്തിലുള്ള ചർച്ചയും യാതൊരു തരത്തിലുള്ള പരിശോധനയും നടത്താതെ ആണ് ഉള്ളത്. ഒരുപാട് തെറ്റുകൾ, വീട്ടമ്മ മുട്ടദോശ ചുട്ടെടുക്കുന്ന ലാഘവത്തിൽ വേഗത്തിൽ വലിയ മാറ്റത്തിനുള്ളതാണെങ്കിൽ അത് വേണ്ടത്ര പരിഗണിച്ച് വേണ്ടിയിരുന്നു. ഇതുകൊണ്ടൊന്നും പ്രയോജനം ഉണ്ടാവും താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, അത് ഒരു കാര്യം പറയാം, പ്രയോജനം ഉണ്ടാവും. അല്ല, ഉണ്ടാവും. അതെങ്ങനെ അറിയോ? ഇപ്പൊ 1944 ഓങ്ങല്ലൂർ സമ്മേളനത്തിൽ, യോഗക്ഷേമത്തിന്റെ ഓങ്ങല്ലൂർ സമ്മേളനത്തില് EMSന്റെ നേതൃത്വത്തിൽ നടന്നതാണ്. അവിടെ തീരുമാനിച്ചതാണ് ഭൂപരിഷ്കരണ നിയമം. അതായത് നമുക്ക് ആവശ്യമുള്ള ഭൂമിയിൽ കൂടുതൽ നമ്മൾ പണിയെടുക്കുന്നവർക്ക് കൊടുക്കുക എന്നുള്ളത്. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് നടപ്പിലാക്കിയപ്പോ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് പണിയെടുക്കുന്ന ഒരു ക്ലാസ് ഉണ്ടായിരുന്നു പാടത്ത്. ഇത് ലീസിനെടുത്ത് നടന്ന് പാട്ടത്തിനെടുക്കാന്ന് പറയും, പാട്ടം വെച്ച് വരാം, പാട്ടത്തിനെടുക്കണത് അവരുടെ കയ്യിലാണ് കടലാസക്ക. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് പറമ്പില് പലക്ക് പാടത്തെ കൊത്തുകയും കളക്കുകയും ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടിയില്ല. ഇതൊന്നും ഇല്ലാണ്ട് പാട്ടത്തിനെടുത്ത കുടുംബത്തെ ഉടമ്പസ്ഥനും അല്ല, പണിയെടുക്കുന്ന ആളും അല്ല, അതിന്റെ ഞാനേ ഏതായത് എനിക്ക് എന്റെ പറമ്പില് ഏകദേശം 200ഓളം കുടിയന്മാരുണ്ട്, പാട്ടത്തിനെടുത്തവരും ഉണ്ട്. കുടിയന്മാർക്ക് 8 സെന്റും 6 സെന്റും കിട്ടിയപ്പോ പാട്ടത്തിനെടുത്തേക്കുന്ന ആൾക്കാർക്ക് കുടിയാന്മാരുള്ള ഇദ്ദേഹമാണ് സാമ്പത്തിക സംവരണത്തിന് വേണ്ടി അവർക്ക് കിട്ടിയത് 8 സെന്റാണ്. ഞാൻ പറയാം. അല്ല, അതായത് അന്ന് പാട്ടത്തിന് കൊടുത്തതും കുടിയാന്മാർക്ക് കൊടുത്തുകൊണ്ട് എന്റെ ഇപ്പോഴത്തെ പൊസിഷൻ വെച്ചിട്ടുണ്ട് എനിക്ക് റിസർവേഷൻ വേണ്ടത്. അന്നത്തെ 200 കൊല്ലം മുമ്പ് എന്റെ അച്ഛനപ്പുറത്താറ് പറയട്ടെ എനിക്ക് ഇന്ന് അതിന്റെ പൊസിഷൻ കിട്ടുമോ? എന്റെ ഇന്നത്തെ സ്ഥിതി നോക്കണം. ഇപ്പൊ നിങ്ങൾക്ക് റിസർവേഷൻ അർഹതയില്ല. കാരണം നിങ്ങളുടെ ഇന്നത്തെ സ്ഥിതി സാമ്പത്തികമായിട്ട് വളരെ മുമ്പാക്കാണ്. നിങ്ങൾക്ക് ജോലിയുണ്ട്, നിങ്ങൾക്ക് വരുമാനമുണ്ട്, സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട്. നിങ്ങളെക്കാളും പിന്നാക്കം നിൽക്കണ ആളാ ഞാൻ. നിങ്ങൾ മാറി നിന്ന് എനിക്ക് വഴി തരണം. പറഞ്ഞ് വിനീതയുടെ സംവരണം എടുത്ത് കളയോ താങ്കൾ? അത് കളയണം. ഒരിക്കൽ സംവരണം കിട്ടിയ കുടുംബത്തിന് പിന്നീട് ഒരിക്കലും കൊടുക്കാൻ പാടില്ല. അതാണ് യോഗക്ഷേമ സഭയുടെ നിലപാട്. പിന്നെ വിഭാഗത്തിന് അവർക്ക് അർഹതപ്പെട്ട സംവരണം കിട്ടുകയാണെങ്കിൽ ആ ജാതി സംവരണം വേണ്ട എന്ന് പറയാൻ ഇവിടെ ഇരിക്കുന്ന ജാതി സംശയം എന്താ കാര്യത്തിൽ ജനസംഖ്യാനുപാതികമായി സാമാന്യമായ ഒരു മോഡറേറ്റ് റെപ്രസെന്റേഷൻ ഈ തഴഞ്ഞു കിടക്കപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾക്ക് കിട്ടി എന്ന് ഒരു ഡേറ്റാ ബേസ് വെച്ച് ബോധ്യപ്പെടുത്തിയാൽ തീർച്ചയായും SNDP യോഗം പോലുള്ള സംഘടനകള് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് പല ഉദ്യോഗസ്ഥാർത്ഥികളോടും സംവരണത്തിന്റെ ആനുകൂല്യം കിട്ടിയ ആളുകൾ അതിന് മറുപടി കൊടുക്കുകയോ ചെയ്തിട്ടില്ല. ആ ഒരു റിപ്ലൈ കൊടുക്കാത്ത ആളുകളുടെ ലിസ്റ്റ് ഒരു പോയിന്റും കൂടെ പറഞ്ഞിട്ടുണ്ട്. നരേന്ദ്രൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ, അതായത് അവർക്ക് ആ പ്രൊപ്പഗാൻഡ എത്തണമെങ്കിൽ ഇനി 25 വർഷം കൂടെ കഴിയണമെന്ന് ഒരു സെന്റൻസ് കൂടെ അതിനകത്ത് എഴുതി ചേർത്തിട്ടുണ്ട്. അതുകൂടെ നമ്മൾ കാണണം. അതുകൊണ്ട് നമ്മൾ സംവരണത്തെ അനുകൂലിക്കുന്നത് ആ ഒരു സെന്റൻസ് എഴുതിയിട്ടുണ്ട്.
നടത്തിയിട്ടുണ്ട്. അതുകൂടെ കാണാം. കാരണം പല ചില ആളുകൾക്കേ ഉള്ളൂ, ചില വിഭാഗങ്ങൾക്കേ ഉള്ളൂ. പറഞ്ഞപ്പോ ഈഴവ സമൂഹത്തിൽ എത്തിക്കാണ്. പക്ഷെ അതിനകത്ത് ഒരുപാട് ജാതികൾക്ക് അത് എത്തിയിട്ടില്ല. വ്യക്തമായിട്ട് നരേന്ദ്ര കമ്മീഷൻ സാമ്പത്തിക സംവരണം ആദ്യം നിങ്ങൾക്കൊക്കെ തെറ്റായ ധാരണയുണ്ട്. മുന്നോക്ക സമുദായം എന്ന് പറഞ്ഞൊരു ഫിക്സഡ് സംഭവമാണെന്ന്. അങ്ങനെയല്ല. അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഗുജറാത്തിൽ ഫോർ എക്സാമ്പിൾ ക്ഷത്രിയർ ഫോർവേഡ് ബാക്ക്വേർഡ് കാസ്റ്റ് ആണ്, ആന്ധ്രാപ്രദേശിൽ ബാക്ക്വേർഡ് കാസ്റ്റ് ആണ്. അപ്പൊ എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും സംവരണ പ്രിൻസിപ്പൾ ഫോർവേഡ് കാസ്റ്റിന് കൊടുത്തുകൊണ്ടല്ല നമ്മൾ കൊടുക്കേണ്ടത്. ഏതെങ്കിലും ഒരു സമുദായം പറയാണ് ഫോർവേഡ് കാസ്റ്റിൽ ഞങ്ങൾ പിന്നോക്കമായി പോയി എന്ന് പറയുമ്പോൾ ദേ ഹാവ് ടു അപ്പിയർ ബിഫോർ ദ ബാക്ക്വേർഡ് പ്രോസസ് കമ്മീഷൻ. അല്ല അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടല്ലോ, സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടല്ലോ. മറാഠ, പട്ടീദാർ, ജാട്ട്, ഗുജർ ഈ കമ്മ്യൂണിറ്റികളോടൊക്കെ സുപ്രീം കോടതി പറഞ്ഞ യു അപ്പിയർ ബിഫോർ ദ കമ്മീഷൻ. വൈഎസ് രാജശേഖര റെഡ്ഡിയുടെ കാലത്ത് ഹൈ സോഷ്യൽ ക്ലാസ്സിലാണ് ഇവർ പെടുന്നത്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞ അതിനൊരു ഇതുണ്ട്. സോഷ്യൽ ക്ലാസ്സിന് മാത്രമല്ല, എനി കമ്മ്യൂണിറ്റി ക്യാൻ ഗീവ് ആൻ അപ്ലിക്കേഷൻ ബിഫോർ ദ ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ ആൻഡ് സേ ഒരു ക്ഷത്രിയൻ ശങ്കർ സിംഗ് വഗേലയും മാധവ് സിംഗ് സോലങ്കിയും രണ്ടുപേരും ക്ഷത്രിയരാണ് ഗുജറാത്തിൽ. നിങ്ങൾക്കറിയാം, രണ്ടുപേരും അറിയപ്പെടുന്ന ഫിഗേഴ്സാണ്. ദാറ്റ് ബിക്കോസ് ദ ക്ഷത്രിയ കമ്മ്യൂണിറ്റി. എനിക്കൊരു ചോദ്യം ഡോക്ടർ ഫസൽ ഗഫൂറിനോട്. അതായത് കമ്മീഷന് മുമ്പിൽ അപ്പിയർ ചെയ്ത് അവരുടെ രാഷ്ട്രീയ ബലം ഉപയോഗിച്ചിട്ട് കേൾക്ക് സർ, പിന്നോക്ക വിഭാഗമാകുന്ന ഒരു പ്രവണത ഇപ്പം ഉണ്ട്. ഞാൻ അംഗീകരിക്കുന്നു, അതുണ്ട്. അതിലാണ് ജാട്ട്, ഗുജർ. അപ്പൊ യഥാർത്ഥത്തിൽ ഇതൊരു ഫാഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണോ എന്നാണ്. ആന്ധ്രയിലെ ബ്രാഹ്മൺ ഫസ്റ്റ് നിൽക്കുന്നത്. അത് കഴിഞ്ഞാൽ 3-4 സംഘടനകളുണ്ട്, വേറെ ഉണ്ട്, സമുദായ സംഘടനകളുണ്ട്. ചന്ദ്രബാബു നായിഡു ബ്രാഹ്മൺ മുന്നോക്ക കോർപ്പറേഷൻ ഉണ്ടാക്കിയേ, ബ്രാഹ്മൺസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള കോർപ്പറേഷൻ ഉണ്ടാക്കിയത്. അതിന് 100 കോടി രൂപ വെച്ചു കൊടുത്തു. സാമ്പത്തികമായി സഹായിക്കുന്നു പറഞ്ഞതിന്റെ എക്സാമ്പിളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കൊരു ചോദ്യം അഡ്വക്കേറ്റ് മനോഹരൻ പിള്ള. യഥാർത്ഥത്തില് സാമൂഹ്യമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും പിന്നോക്കം നിൽക്കുന്ന ജാതികൾക്ക് ഒരു സംവരണം ഇവിടെ യാഥാർത്ഥ്യമുണ്ട്. യഥാർത്ഥത്തിൽ ഈ മുന്നോക്ക ജാതികൾ എന്ന് പറഞ്ഞ ആൾക്കാർ അവരുടെ സാമ്പത്തികമായിട്ടുള്ള പരാധീനതയെ മറികടക്കാനുള്ള ആനുകൂല്യങ്ങളല്ലേ പറ്റേണ്ടത്? സംവരണമാണോ? അതായത് നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരം, അല്ലെങ്കിൽ ഇവിടെ കുമാരപ്പിള്ള കമ്മീഷൻ പ്രകാരം അതായത് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഈ പറഞ്ഞ ഭരണഘടന സത്തയ്ക്ക് നിരക്കാത്ത എന്ന് ഇവർ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള സംവരണത്തിന് പോകുന്നതിന് പകരം ഒരുപക്ഷെ നിങ്ങൾക്ക് ആനുകൂല്യങ്ങളല്ലേ വേണ്ടത്? പിന്നോക്കവിഭാഗക്കാർക്ക് ഗുണമാകാമായിരുന്നല്ലോ. ഷെഡ്യൂൾ കാസ്റ്റ് ഒഴിച്ചൊഴിച്ച് ബാക്കിയുള്ള എന്തിനാ OBC കൊടുത്തത്? വിദ്യാസാഗറൊക്കെയാണ് അപ്പൊ ഇവർക്ക് വേണ്ട. അതായത് ഫസൽ ഗഫൂറും സുവർണകുമാറും അതുപോലെ CK വിദ്യാസാഗറും പ്രതിദാനം ചെയ്യുന്ന ജാതികൾക്ക് വേണ്ടെന്നാണോ താങ്കൾ പറയുന്നത്? വെള്ളാപ്പള്ളി നരേശന് കൊടുക്കണോ? അവർക്ക് ഇത് തട്ടിയെടുക്കുന്നത് ഈഴവ സമുദായം വില്ലേജ് ഓഫീസർമാർ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് എല്ലാം വ്യാജമായ ഒരുപാടുണ്ട്. മനോഹർ പിള്ള കുറച്ച് ഞാൻ ചോദിക്കാം. എന്നാരോ ഞാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു ഞാനിപ്പോ ഉദാഹരണം പറഞ്ഞു. അല്ല കേക്ക് ഗവൺമെന്റിൽ അല്ലാത്ത ആൾക്കാർ കച്ചവടക്കാർ ഇപ്പൊ എന്താ ചെയ്യണം എന്ന് വെച്ചാല് അത് ഈ OBC വിഭാഗങ്ങളിൽപ്പെട്ടവര് അല്ലെങ്കിൽ SC/ST അവര് ഫാൾസ് ഇൻകം സർട്ടിഫിക്കറ്റ് നടപ്പാണ്. ഞങ്ങളുടെ കോളേജിൽ നിന്ന് ഇപ്പൊ 3 പേരെ ഞങ്ങൾ പുറത്താക്കി. എന്താ അറിയോ? 25,000 രൂപക്കുള്ള BPL-ന്റെ സീറ്റ് 11 ലക്ഷം രൂപയുള്ള ഒരാൾ തട്ടിയെടുത്തിരിക്കുകയാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? തട്ടിയെടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഇവിടെ നിന്ന് ഞാനിവിടെ അയച്ചു കമ്മീഷണർക്ക് സൂപ്പർവൈസിംഗ് അതോറിറ്റിക്ക് അഡ്മിഷൻ അയച്ചപ്പോൾ അവരത് അംഗീകരിച്ചു. പക്ഷെ എന്നാലും അവർ ഗവൺമെന്റിലൊക്കെ സ്വാധീനം എടുത്തിട്ട് അവിടെ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇവിടെ നിൽക്കുന്ന പ്രശ്നമില്ല, നിങ്ങൾ പഠിച്ചോളൂ. പക്ഷെ ഒരു കാരണവശാലും 25,000 ഫീസിനോട് പഠിക്കാൻ പറ്റില്ല.
അങ്ങനെ പിടിച്ചു നിർത്തിക്കുകയാണ്. അത് കോടതി കിടക്കുകയാണ് ഇപ്പൊ മാറ്റർ. അതായത് ഈ ഫാൾസ് ഇൻകം സർട്ടിഫിക്കറ്റ് അത് തന്നെയാണ് ഫോർവേഡ് കാസ്റ്റിൽ വരാൻ പോണത്. ഫോർവേഡ് കാസ്റ്റ് സംവരണത്തിൽ സാമ്പത്തികം കൊണ്ടുവരുമ്പോ ഇതേ തട്ടിപ്പാണ് വരാൻ പോകുന്നത്. ഫോർവേഡ് കാസ്റ്റ് സംവരണത്തിൽ ഇതേ തട്ടിപ്പ് വരും. ആർട്ടിക്കിൾ 15 പ്രകാരം സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകം ഈ നിയമത്തിന്റെ ഭാഗമായി കൊണ്ടുവരേണ്ട കാര്യമില്ല എന്ന് തന്നെ കൃത്യമായിട്ട് തന്നെ ഇതിന്റെ ഏറ്റവും അവസാനം തന്നെ പറയുന്നുണ്ട്. അതിന് പുതിയ വ്യാഖ്യാനങ്ങളും അതിനകത്ത് വന്നിട്ടുണ്ട്. ഇന്ദിരാ സാഹ്നിയുടെ കേസിൽ ഉൾപ്പെടെ ഈ നമ്മുടെ ഏറ്റവും അവസാനം പുറപ്പെടുവിച്ച സംവരണത്തെ സംബന്ധിച്ച എല്ലാ വിധികളിലും കൃത്യമായിട്ട് പറയുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ ഇടപെടൽ ഏതുവരെ ആകാം, കേന്ദ്ര നിയമത്തിന്റെ ഇടപെടൽ ഏതുവരെ ആകാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രശ്നം ഇപ്പൊ നേരത്തെ പറഞ്ഞുള്ളത്, നമ്മുടെ ഈ ഇന്ത്യയിലാകെ ഈ സവർണരും അവർണരുമായ പിന്നോക്ക ജാതികളിലെ ഈ വിതരണം തുല്യമല്ല. പലയിടത്തും പല രീതിയിലാവും. അപ്പൊ അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരേപോലെ ബാധകമായ മാനദണ്ഡങ്ങൾ വെക്കാൻ കഴിയില്ല. സംസ്ഥാനങ്ങൾക്ക് ചെയ്യണം. പക്ഷേ അതേസമയം ഇത് സംസ്ഥാനങ്ങൾ ചർച്ച ചെയ്ത് അവിടുത്തെ നിയമസഭ ഇത് സംബന്ധിച്ച് വ്യവസ്ഥ ചെയ്യണ്ട എന്നാണ് ഇപ്പൊ വാദിക്കുന്നത്. കാരണം അങ്ങനെ വന്നാൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടപ്പാക്കാൻ പറ്റില്ല. ബ്രിട്ടീഷ് അതെന്തറിയോ, തമിഴ്നാട്ടിൽ 5% വരുന്നുള്ളൂ ഫോർവേഡ് കാസ്റ്റ്. ഉത്തർപ്രദേശിൽ ബ്രാഹ്മണർ മാത്രം 15-20% വരുന്നുണ്ട്. അപ്പൊ 2 സ്റ്റേറ്റിലും ഒരേ ടൈപ്പിൽ നമുക്ക് നടപ്പാക്കാൻ പറ്റൂല. സംസ്ഥാനങ്ങളുടെ ജനസംഖ്യാനുപാതികമായി ഈ നിയമത്തിന്റെ വ്യാഖ്യാനം വരികയും നിയന്ത്രണങ്ങൾ ഒറ്റ ചോദ്യം. അപ്പൊ ഈ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന 10% കൊടുക്കുന്ന ആ ആനുകൂല്യത്തെ പറ്റിയാണ് ഇവിടെ ചർച്ച നടക്കുന്നത്. ഈ 68,000 രൂപ മാസ വരുമാനവും 5 ഏക്കർ ഭൂമി വരെ ഉള്ളവർക്ക് ഈ ലിമിറ്റേഷൻ ഉണ്ട്. അവിടെയാണ് പ്രശ്നം. അപ്പൊ ഈ 3000 രൂപ മാസ വരുമാനവും 3 സെന്റുള്ള നായർ സമുദായത്തിൽപ്പെട്ട മുന്നോക്കാർക്ക് കിട്ടുന്നതിന് എന്ത് വ്യവസ്ഥയാണുള്ളത്? നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ നമ്പൂര് പറഞ്ഞതുപോലെ എങ്കിൽ ഈ മുന്നോക്ക സമുദായത്തിൽപ്പെട്ട ആൾക്കാർ പഠിച്ചിരുന്ന ഈ 68,000 രൂപ മാസ വരുമാനവും 5 ഏക്കർ ഭൂമിയുള്ളവരുടെ മക്കളൊക്കെ നല്ല പഠിച്ചു. അപ്പൊ ഈ താഴെ നിൽക്കുന്ന 30,000 രൂപ വരുമാനമുള്ള 3 സെന്റുള്ള നായർ സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്ക് എങ്ങനെ ഈ സംവരണം കിട്ടും? ഉറങ്ങിക്കിടക്കുന്നവരെ വിളിച്ചോടത്താം, ഉറക്കം നടിക്കുന്നവരെ വിളിച്ചോടത്താൻ പറ്റില്ല. ഇവിടെ എല്ലാവരും ഉറക്കം നടിക്കുകയാണ്, രാഷ്ട്രീയ പാർട്ടികളെല്ലാം. പണ്ട് 8 മൂല്യം പറഞ്ഞൊരു കഥയുണ്ട്. അതുപോലെ എല്ലാം ഞങ്ങളാണെന്ന് വിളിച്ചു പറയുന്നതാണ് ഇന്നിവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ. ഇന്നത്തെ പിന്നോക്ക സമുദായക്കാർക്കും മറ്റുള്ളവർക്കും വോട്ട് ചെയ്യാൻ ഈ രാജ്യത്ത്, ഇന്ത്യ മഹാരാജ്യത്ത് രാഷ്ട്രീയ പാർട്ടി ഇല്ലാതായിരിക്കുന്നു. അതാണ് ഈ 68,000 എന്ന് പറഞ്ഞ കോൺഗ്രസ് ആവശ്യപ്പെട്ടതെന്നറിയോ? 8 ലക്ഷത്തിന്റെ പരിധി ക്രീമിലിയറുമായി ബന്ധപ്പെട്ടാണ് 8 ലക്ഷത്തിന്റെ പരിധി നിശ്ചയിച്ചത്. പക്ഷേ ഈ നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ ഗുണം കിട്ടാൻ പോകുന്നത് മുന്നോക്കക്കാരിലെ സാമ്പത്തികപരമായിട്ട് അതീവ ദുർബലരായിട്ടുള്ള അതാണ് ഞങ്ങൾ ഇതിനെ കമ്പാർട്ടുകളായിട്ട് തിരിക്കണം. ജോലിയുടെ സംവരണം ആദ്യം കിട്ടേണ്ടത് 8 ലക്ഷത്തിനല്ല, അത് 2 ലക്ഷം വരെയുള്ള ഏറ്റവും ദുർബല വിഭാഗത്തിന് ആദ്യം കിട്ടണം. അതിനുശേഷം 3 ലക്ഷം വരെയുള്ളവർക്ക് കിട്ടണം. അതിങ്ങനെ കടന്ന് 8 ലക്ഷം വരെ ആവണം എന്ന് പറഞ്ഞ സംവരണം കിട്ടേണ്ട സാമ്പത്തിക മാനദണ്ഡത്തിന്റെ ഏറ്റവും ദുർബല അവസ്ഥ അല്ലെങ്കിൽ അതിന്റെ ഒരു കണക്ക് കൃത്യമായിട്ട് നിർവചിച്ചതിന് ശേഷം അവിടെ നിന്ന് തുടങ്ങണമെന്നാണ് കോൺഗ്രസ് അല്ല, തെറ്റായ ഒരു ധാരണ ഈ ചർച്ചയിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് മുസ്ലിം സമുദായത്തിന് സംവരണം കിട്ടുന്നു. കേരളത്തിൽ മാത്രമേ തമിഴ്നാട്ടിലൊക്കെ കിട്ടുന്നുള്ളൂ. ഓൾ ഇന്ത്യ ബേസിസിൽ മുസ്ലിം സമുദായം ഒരു ഫോർവേഡ് കാസ്റ്റ് ആയിട്ടാണ് കൂട്ടിയിട്ടുള്ളത്. അതിൽ 44% പേരെ 44% മണ്ഡൽ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നു ജാതിയുടെ ബേസിസ്, അതായത് ഡോബി അല്ലെങ്കിൽ ഖുറൈശി അങ്ങനെ അവർ ബാക്ക്വേർഡ് ആയിട്ട് കണക്കാക്കിയിട്ട് മറ്റേ 27 പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഒറ്റയടിക്ക് എനിക്കോ മുസ്ലിം ലീഗിനോ ഒന്നും ഇത് ഭയങ്കരമായിട്ട് ഫോർവേഡ് ആയിട്ടും പറയാൻ പറ്റില്ല, ഭയങ്കരമായിട്ട് ബാക്ക്വേർഡ് അല്ല. അത് അവർ പറയണ്ട, അല്ല ഞാൻ പറഞ്ഞ അവർ പറയണ്ട. ഓക്കെ, ഗുരുതരമായ ആരോപണം അതല്ല ഞാൻ ഈ ഓൾ ഇന്ത്യ പെർസ്പെക്ടീവിൽ കൊണ്ടുവരണം അല്ല എന്ന് പറഞ്ഞ അതുകൊണ്ടാണ്.
അപ്പോ മുസ്ലിം സമുദായത്തിൽ തന്നെ ഹിന്ദു സമുദായത്തിലുള്ള മാതിരി തന്നെ ഒരു ചേരിതിരിവ് ഓൾ ഇന്ത്യയിലുണ്ട്. കാരണം നമുക്കറിയാം JDU MP ആയിട്ടുള്ള അൻവർ അലി അറിയണ്ടോ, JDUയുടെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മുസ്ലിം ബാക്ക്വേർഡ് ക്ലാസസിന്റെ വലിയൊരു ഒരു ഫ്രണ്ട് ഉണ്ട്. അവര് പറയുന്നത് ഈ റിസർവേഷൻ ഷുഡ് ഓൺലി ബി ഗിവൺ ടു ദ ബാക്ക്വേർഡ്സ്, ഫോർവേഡ്സിന് കൊടുക്കാൻ പാടില്ല അവരുടെ കൂട്ടത്തിൽ. അപ്പൊ അതേസമയം ഇന്നലെ എന്നെ വൈസ് ചാൻസലർ വിളിച്ചിരുന്നു ജാമ്യ എന്ന്. അത് ശരിയല്ല, നിങ്ങൾ അതിനെ എതിർക്കുന്നത്. കാരണം ഇവിടെ ഡൽഹിയിലും മറ്റൊക്കെ ഉള്ള അധികം UP-യിലൊക്കെ ഉള്ള അധികം മുസ്ലിമുകൾ ഫോർവേഡ് കാസ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഈ ഒരു ആനുകൂല്യം കിട്ടാൻ പോകുന്നുണ്ട് 10% മറ്റ് ഫോർവേഡ് കാസ്റ്റുകളുടെ കൂടെ എന്ന്. അപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങളുടെ ഒരു അറിവിന് വേണ്ടി പറഞ്ഞാണ്. ഇങ്ങനെ ഒരു ലീഗ് എംപിമാരെ ഇതിനെ എതിർത്തതിനെ പറ്റി വടക്കേ ഇന്ത്യയിൽ വലിയ വിമർശനം വന്നിട്ടുണ്ട്. BJP-യുടെ ലക്ഷ്യം വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ഒരു ബില്ല് വളരെ പെട്ടെന്ന് 4 വർഷവും ഈ ഇത്രയും 8 മാസം കഴിയുമ്പോൾ അവർ നടപ്പിലാക്കുന്നത്. പക്ഷെ ഈ സാധനം കോടതിയിൽ പോയാൽ BJP-കാർക്ക് വളരെ കൃത്യമായി അറിയാം, ഈ സാധനം കോടതിയിൽ പോയാൽ കോടതിയിൽ നിൽക്കില്ല. അപ്പോ യഥാർത്ഥത്തിൽ ഈ ബില്ലിന്റെ പേര് 50% റിസർവേഷൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇതിൽ 10% വീണ്ടും പോകും. വോട്ട് പിടിക്കുന്നു, വോട്ട് പിടിച്ചതിന് ശേഷം അത് തള്ളിക്കളയുമ്പോ BJP പറയും അന്ന് ഭരിക്കുന്നവരാണ് ഇതിന്റെ ഉത്തരവാദി എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ ആ രീതിയിലേക്കുള്ള ഒരു അതായത് ഇവിടെ ഇനി എന്താണ് സംഭവിക്കാൻ പോകുക എന്നുള്ള കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായി അറിയാവുന്ന ജ്യോതിഷന്മാർ നമ്മുടെ കൂടെ ഉണ്ട്. അവർ കൃത്യമായി ജ്യോതിഷന്മാർ പറഞ്ഞു കഴിഞ്ഞു. 2083 ഭേദഗതി പ്രകാരം ഒരു അരുണാചൽ പ്രദേശിനെ ഈ പറയുന്ന സംവരണത്തിന് പുറത്താക്കി, അതായത് അവരെ ജാതി വ്യവസ്ഥ നിലനിന്നിട്ടില്ലാത്ത ഒരു സംസ്ഥാനമാകിയാൽ അവിടെ ഈ സംവരണ വ്യവസ്ഥയുടെ ആനുകൂല്യം കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുള്ള 83-ാം ഭരണഘടനാ ഭേദഗതി 2000-ൽ ഇറങ്ങിയതാണ്. അപ്പൊ പറയുന്നത് ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നില്ല എന്നുള്ളത്. അതിന് അടിവരായിട്ട് തന്നെ നമുക്ക് പറയാം ജാതിയാണ്, അല്ലെങ്കിൽ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നോ ഇല്ലയോ, അല്ലെങ്കിൽ അതിന്റെ ഫലങ്ങൾ അല്ലെ വിപരീത ഫലങ്ങൾ അനുഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ അടിസ്ഥാനം എന്നുള്ളത് അവിടെ അടിവരായിട്ട് പറയുന്നത്. അതല്ല ചോദ്യം. അതായത് ഈ പറയുന്ന ഭരണഘടനാ ഭേദഗതി സുപ്രീം കോടതിയിൽ നിലനിൽക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഈ പറയുന്ന തരത്തിൽ അവര് പ്രതികരിക്കട്ടെ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, സുപ്രീം കോടതിക്കാണോ? രണ്ട് സഭകളിലും 3-2 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ, ലോക്സഭയിലും രാജ്യസഭയിലും 3-2 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഭരണഘടനാ ഭേദഗതി പാസ്സാകും. അങ്ങനെയാണ് പാസ്സായത്. ലോക്സഭയിൽ 3 പേരും രാജ്യസഭയിൽ 7 പേരും മാത്രമേ എതിർത്തുള്ളൂ. 15 എന്താ റൈറ്റ്? ഭരണഘടന അങ്ങോട്ട് പാസ്സാക്കിയത്. അങ്ങനെയാണെങ്കിൽ ഭരണഘടനയിൽ ഉണ്ടായിരുന്ന OBC സംവരണം ഫോർ ദ വീക്കർ കാസ്റ്റ് ക്ലാസസ് എന്നുള്ള ഉണ്ടായിരുന്നു ഭരണഘടനയിൽ. അത് 50കളിൽ ഉണ്ടാക്കിയ ഭരണഘടനയിൽ ഉണ്ടായത് എന്തുകൊണ്ടാണ് 1990-ലാണ് നടപ്പായത് മണ്ഡൽ കമ്മീഷൻ. അപ്പൊ 40 വർഷം ഭരണഘടനയിൽ ഉണ്ടായിരുന്ന ഒരു സംഭവം അത് നടപ്പാക്കാൻ പ്രയാസമായി. അതേമാതിരി ഇത് ഭരണഘടനയിൽ വന്നാലും അത് നടപ്പാക്കണം വിഷയം വരുമ്പോ ഓരോരോ സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രശ്നം വരും. ഭരണഘടനയിൽ വെച്ചോ നിങ്ങൾ ചേർത്തോ ഭൂരിപക്ഷം ഭരണഘടനാ ഭേദഗതി ഉണ്ടായതിനു ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ ഇവിടെ ശബരിമല കേസിൽ അങ്ങനെയല്ല വന്നത്. 40 വർഷം വന്നില്ല. അതുകൊണ്ട് അതിനെ മാനദണ്ഡമായി എടുക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ 3-2 ഭൂരിപക്ഷം ഉള്ളത് കൊണ്ട് ഭരണഘടന എന്തും പാസ്സാക്കാവുന്ന നിയമമില്ല. തീർച്ചയായും 3-2 ഭൂരിപക്ഷം ഉണ്ടാക്കി ഭരണഘടന അമെന്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. കോടതി അംഗീകരിക്കണം. ഭരണഘടന അമെന്റ് ചെയ്യുന്നതിന് ഭരണഘടന അമെന്റ് ചെയ്യുന്നതിനുള്ള പ്രൊവിഷൻ എന്ന് പറയുന്നത് 3-2 ഭൂരിപക്ഷമാണ്. അദ്ദേഹം പറഞ്ഞതിനൊരു മറുപടി പറയാം. അതായത് കൊച്ചിൻ ദേവസ്വം ബോർഡിൽ ശാന്തി നിയമനത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ. അല്ലല്ല പറയാതിരിക്കാൻ പറ്റില്ല. അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അതില് ഈ പറഞ്ഞു നമുക്ക് തന്ത്രമുള്ള അമ്പലത്തിനും ഇരക്കൊന്നും നമ്മൾ അതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ചെറിയൊരു സംശയം ചോദിക്കട്ടെ. എന്റെ തൃശ്ശൂർ ജില്ലയില് കുറുക്കഞ്ചേരി, പെരുങ്ങോട്ടുകര, കാരമൂക്ക് അങ്ങനെ അനവധി ക്ഷേത്രങ്ങൾ ഈഴവന്മാരുടെ കയ്യിലുണ്ട്. ഈ ഈഴവന്മാരുടെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തില് ഒരു
പട്ടികജാതിക്കാരനോ പട്ടികവർഗക്കാരനോ പൂജാരിയായിട്ട് കാണിച്ചു തന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ പറയണ മര്യാദ പെരുങ്ങോട്ടുകാർ അമ്പലത്തിൽ പട്ടികജാതിക്കാരുണ്ട്. ഞാൻ വെല്ലുവിളിക്കുന്നു. ഞാൻ വെല്ലുവിളിക്കുന്നു. പെരുങ്ങോട്ട് എന്റെ വീട്ടിൽ നിന്ന് 3 കിലോമീറ്റർ അധ്യാപകരും മറ്റു ആൾക്കാരൊക്കെ കൂട്ടിയിട്ട് അതിൽ 15 ക്രിസ്ത്യാനികൾ ജോലി ചെയ്യുന്നുണ്ട്. ഒരു പട്ടികജാതിക്കാരനില്ല. അത് മേപ്പെട്ട നോട്ടൊന്നുമില്ല. ഈ ഇഴവന്മാർക്ക് മേപ്പെട്ട നോട്ടം അവരങ്ങനെ പൊക്കി കളിക്കൊന്നും വേണ്ട. നമ്മള് തീർത്തും എന്താ കാരണം വെച്ചാൽ ഈ ചർച്ചയിൽ ആരെവിടെ ഇരിക്കുന്നു, ഏത് കസേര ഇരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചൊന്നുമല്ല നമ്മുടെ ചർച്ച. നമ്മുടെ ചർച്ച എന്ന് വെച്ചാൽ ഒരുപക്ഷെ ഒരു ക്ഷേത്രത്തിന്റെ 2 പേര് ബ്രാഹ്മണരായിരിക്കും, 2 പേര് പിന്നോക്കരായിരിക്കും, പല ജാതി. പക്ഷെ അതിലേക്ക് നമ്മൾ ആ മൈക്രോ ലെവലിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. ഉദാഹരണം പറഞ്ഞാൽ തൃശ്ശൂർ ഇന്ന ക്ഷേത്രം എനിക്കറിയില്ല, ക്ഷേത്രത്തിൽ സ്ഥിതി എന്താന്നുള്ള കാര്യം അറിയില്ല. പക്ഷെ ഒറ്റ കാര്യം എനിക്കറിയുള്ളൂ, ക്ഷേത്രം എന്നുള്ളത് വിശ്വാസികൾക്ക് വേണ്ടിയുള്ളതാണ്. അത് പ്രത്യേക ജാതിക്ക് വേണ്ടിയുള്ളതാണ്. ഒരു പ്രത്യേക ജാതിക്ക് വേണ്ടിയുള്ളതല്ല, വിശ്വാസികൾക്ക് വേണ്ടിയുള്ളത്. വേറെ പോയിന്റ്, കേരളത്തിൽ ഇപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ഒരു സംവരണം സ്വയാശ്രയ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. 25,000 രൂപ മാത്രം അറിയാലോ ഫീസ് വാങ്ങിച്ചുകൊണ്ട് BPL താഴെയുള്ളവരുടെ ലിസ്റ്റ് എടുക്കുന്നു ഗവൺമെന്റ്, മെഡിസിൻ അഡ്മിഷൻ കൊടുക്കുന്നു. എന്നിട്ട് അതിൽ BPL കിട്ടിയില്ല, ജസ്റ്റ് അതിന് മുകളിൽ നേരത്തെ പറഞ്ഞ മാതിരി അല്ല 8 ലക്ഷം 10 ലക്ഷം അതിന് മുകളിൽ. അത് കേരളത്തിൽ 15 വർഷമായിട്ട് ഇവിടുത്തെ ഇടതുപക്ഷ ഗവൺമെന്റും കോൺഗ്രസ് ഗവൺമെന്റും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നില്ലേ? ഇവർക്കൊക്കെ അറിയാം, നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഒരു സംവരണം ഉണ്ട് കേരളത്തിൽ ഏറ്റവും പാവപ്പെട്ടവർക്ക് പഠിക്കാനായിട്ട്, അത് ഇൻക്ലൂഡിങ് മെഡിസിന് 15% അല്ലെ ശാസ്ത്രീയമായ രീതിയിൽ നടപ്പാക്കിയിട്ടുണ്ടല്ലോ. ആ രീതിയിൽ നടപ്പാക്കിയോ ഞങ്ങൾക്ക് എതിരൊന്നുമില്ല. അപ്പൊ ഈ രീതിയിൽ വേണ്ട, ഈ രീതി പറ്റൂല. ഈ രീതി ഇപ്പോഴത്തെ ഈ സംവരണം എന്ന് പറയുന്നത് ഉദ്യോഗം തന്നെ വലിയ സീറോ ആയിക്കൊണ്ടിരിക്കുക. സീറോയുടെ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായില്ലേ? അതുകൊണ്ട് വേണ്ടത് സ്വകാര്യ മേഖലയിലെ സംവരണത്തിലൂടെ ഇതിനെന്തെങ്കിലും ഒരു സ്വകാര്യ മേഖലാ സംവരണം എന്ന് പറയുന്ന ആശയത്തിലേക്ക് നമ്മുടെ സമൂഹം നടന്നെടുക്കേണ്ട കാലമായി. പക്ഷേ ഈ മുന്നോക്കം നിൽക്കുന്നവരിലെ പിന്നോക്കക്കാർക്കും പിന്നോക്കം നിൽക്കുന്നവരിലെ പിന്നോക്കക്കാർക്കും ഒക്കെ ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ മേഖലയിലേക്ക് ഇതിനെ നമ്മൾ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ സ്വകാര്യ മേഖലാ സംവരണം നടപ്പാക്കണം. അതിനിവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഏറെക്കുറെ നയപരമായ തീരുമാനങ്ങൾ എടുക്കണം. സ്വകാര്യ മേഖലയിലെ ഈ 10% സംവരണം മുന്നോക്ക ജാതിക്കാരിലെ പിന്നോക്കക്കാർക്കുണ്ട്. എന്നാൽ പിന്നോക്ക ജാതികളിലെ സംവരണത്തിന് ഇപ്പോഴും സ്വകാര്യ മേഖലയിൽ ഒരു സ്ഥാനവും നൽകിയിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഒരുപക്ഷെ ഈ ബില്ലിനെ മുൻനിർത്തിയുള്ള ഒരു ചിന്ത വരുന്നത്. അതായത് അഡ്വക്കേറ്റ് വിദ്യാസാഗർ പറഞ്ഞതുപോലെ സീറോയുടെ 10% എന്ന് പറയുന്നത് സീറോ തന്നെയായിട്ട് അവശേഷിക്കും. ഒരുപക്ഷെ ഈ ഒരു സംവരണം കൊണ്ട് നമ്മൾ നോക്കിക്കാണുന്നത് വലിയൊരു മുന്നേറ്റമായിരിക്കും. അതായത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ എന്നുള്ള ചിന്ത അതൊരു മരീചിക മാത്രമായിട്ട് മാറുമോ എന്നുള്ളതാണ് ഒരുപക്ഷെ ഈ ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഞാൻ മലയാളി ചർച്ചയോട് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.